കേരളത്തിൽ വേനൽ ചൂടിന് ആശ്വാസമായി മഴ എത്തുമ്പോൾ കൂടെ എത്തുന്ന ഇടിമിന്നൽ വലിയൊരു ഭീഷണിയായി മാറുകയാണ്. അടുത്ത 5 ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ മഴയേക്കാൾ ഉപരിയായി അപ്രതീക്ഷിതമായി എത്തുന്ന ഇടിമിന്നൽ മനുഷ്യജീവനും സ്വത്തിനും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ സാധ്യതയുള്ളതാണ്. പ്രകൃതിയുടെ ഈ രൗദ്രഭാവത്തെ ഭീതിയോടുകൂടിയല്ല, മറിച്ച് കൃത്യമായ മുൻകരുതലോടെ നേരിടുകയാണ് വേണ്ടത്. സുരക്ഷിതരായിരിക്കാൻ നാം പാലിക്കേണ്ട നിർദ്ദേശങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പുതിയ സാഹചര്യങ്ങളും എല്ലാം എന്താണെന്ന് നോക്കാം. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത പറയുന്നുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് ഇനി പറയുന്ന മുൻകരുതലുകൾ നിങ്ങൾ സ്വീകരിക്കണം. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുകയാണ് വേണ്ടത്. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും എല്ലാം അടച്ചിടാൻ ശ്രദ്ധിക്കണം. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുകയാണ് ഈ സമയത്തൊക്കെ ചെയ്യേണ്ടത്. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. അത് അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നുകൂടിയാണ്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടണം. സാധാരണ നമുക്കൊക്കെ അങ്ങനെ ഒരു ശീലമുണ്ട്. ഈ മഴ വരുന്നത് കണ്ടാല് ഉണങ്ങിക്കിടക്കുന്ന തുണി എടുക്കാൻ ടെറസിലേക്കും മറ്റുമൊക്കെ ഓടി കയറി പോകും. ഇത് ഇടിമിന്നലേക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കാൻ മറക്കരുത്. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടുള്ളതല്ല. ചിലർ ഈ സമയം ആസ്വദിക്കാമെന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാറുണ്ട്. അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അതുകൊണ്ട് ഇടിമിന്നലുള്ള സമയത്ത് മീൻ പിടിക്കാനോ കുളിക്കാനോ പോകുന്നതൊന്നും ഒട്ടും തന്നെ നല്ലതല്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഈ സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നതും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് പട്ടം പറത്താനായിട്ട് പോകാനുള്ള ഒരു സാധ്യത പലപ്പോഴും കാണാറുണ്ട്. മഴയൊക്കെ നനഞ്ഞ് കുട്ടികൾ പട്ടം പറത്തുന്ന കാഴ്ച നമ്മളൊക്കെ സ്ഥിരം കാണാറുള്ളതുമാണ്. പക്ഷെ ഇത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒന്നുകൂടിയാണ്. പ്രകൃതിക്ഷോഭങ്ങളെ തടയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. പക്ഷെ മുൻകരുതലുകളിലൂടെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും. കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ വെറും അറിയിപ്പുകളായല്ല, ജീവൻ രക്ഷിക്കാനുള്ള മാർഗരേഖകളായി കാണണം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്. മിന്നൽ ദൃശ്യമാകുന്നതിന് മുമ്പ് തന്നെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നത് വഴി വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഈ അറിവുകൾ പകർന്നു നൽകേണ്ടതാണ്. ജാഗ്രതയോടുകൂടിയുള്ള ഓരോ നീക്കവും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും സുരക്ഷ ഉറപ്പാക്കും. മഴ ആസ്വദിക്കുമ്പോൾ തന്നെ മിന്നലിനെതിരെ കരുതൽ കൈവെടിയരുത്. മറ്റുള്ളവരിലേക്ക് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുപക്ഷെ സഹായിച്ചേക്കും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ മുൻകരുതലുകളും കൃത്യമായി സ്വീകരിക്കുക. മഴ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ എടുക്കാനുള്ള മുൻകരുതലുകൾ മറക്കാതിരിക്കുക. വേനൽ ചൂടിന് ആശ്വാസമായി മാറട്ടെ ഈ മഴ.